അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പരിപാടികളുണ്ട്. ഞാൻ നാളെ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും. സോ അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ കുമ്പസാരിക്കണം. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ പെരുന്നാളും ഉണ്ട്. സോ അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് പള്ളിയിലും പോകണം. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു വ്ളോഗായിട്ട് ഇതിൽ കാണാം. സോ ഞാനും അമ്മയും കൂടി കാറിലാട്ടോ പോകുന്നത്. നമുക്ക് വണ്ടി എടുക്കാം. ലേറ്റായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുമ്പസാരം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. സോ ഫസ്റ്റ് നമ്മൾ ഡീപ്പോളിൽ കുമ്പസാരിക്കാൻ വന്നേക്കോ. കുമ്പസാരം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. സോ കുമ്പസാരം കഴിഞ്ഞിട്ട് കാണാം. ആദ്യം അച്ഛനുണ്ടോ നമ്മൾ പോയി നോക്കട്ടെ. സോ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മളിവിടെ ഇന്ത്യൻ ബേക്കറി, ഞങ്ങളുടെ തൊടുപുഴക്കാരുടെ വികാരമായി ഇന്ത്യൻ ബേക്കറിയിൽ വന്നു. ഇന്ത്യൻ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, ഇവിടുത്തെ അരിപ്പൊടിയുടെ അലുവയൊക്കെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം, അത് മേടിക്കാൻ നോക്കും കൊണ്ടുപോകാനായിട്ട്. ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. തിരിച്ചു പോകുമെന്നറിയില്ല, നോക്കട്ടെ. അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളും തന്നെ തീർന്നു തുടങ്ങി. കണ്ടോ, സ്നാക്സൊക്കെ തീർന്നു. വേണ്ട ഒന്ന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുക നമ്മളിനി. അപ്പോൾ ഇത് കഴിഞ്ഞ് പള്ളിയിലോട്ടല്ല, പച്ചക്കറിയെല്ലാം മേടിക്കാറുണ്ടോ, പള്ളിയിൽ പോകാം. കേട്ടോ, അത് നമ്മുടെ സാധനങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഇന്ത്യൻ ബേക്കറിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പച്ചക്കറി കടയാണ്. ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ്, പച്ചക്കറിയല്ല ഫ്രൂട്ട്സാണ്. സോ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാമെന്ന് ഓർത്തു. തണ്ണിമത്തങ്ങ എന്നാണ്ട് കമ്മ മേടിക്കുന്നുണ്ട്. സോ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോയി പ്രദക്ഷിണം വരാറായി എന്ന് തോന്നുന്നു, അറിയത്തില്ല. നോട്ടീസ് എടുത്ത് നോക്കണം ടൈമും കാര്യങ്ങളൊക്കെ. പ്രദക്ഷിണത്തിന് പോകാനുള്ള ശേഷി എനിക്കും ഇല്ല, അമ്മയ്ക്കും ഇല്ല. സോ എന്നാൽ പ്രദക്ഷിണം നടക്കാൻ എനിക്ക് വാസ്കുലൈറ്റിസ് വന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് മാറിയിരിക്കുന്നതുകൊണ്ട് കാലൊക്കെ പെട്ടെന്ന് നീര് വയ്ക്കും. അതുകൊണ്ട് എനിക്കും പ്രദക്ഷിണം നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രദക്ഷിണം ഇടവകപ്പള്ളിയിൽ നിന്ന് കുരിശുപള്ളിയിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ കുരിശുപള്ളിയുടെ അവിടെ പോയി വെയിറ്റ് ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. സോ ഇപ്പം നേരെ നമുക്ക് കുരിശുപള്ളിയിലോട്ട് പോവാം. അപ്പം അവിടെ വെച്ച് കാണാം. ബൈ. അവിടുന്ന് ഇതേ ലൈറ്റൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രദക്ഷിണം ഇതുവരെ കുരിശുപള്ളിയിലോട്ട് വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. പോയി നോക്കാം. അവിടെ പ്രദക്ഷിണം വരുന്ന വഴിക്കൊക്കെ ഇതേ പടക്കം പൊട്ടിച്ചുകൊണ്ട് വരുന്നുണ്ടോ. എനിക്ക് നൊസ്റ്റ് പിടിക്കുന്നു ഗൈസ്. പണ്ട് പ്രദക്ഷിണമൊക്കെ വന്നിട്ട് ആക്ച്വലി ഞാൻ എൻ്റെ ഗ്യാങ്ങിനെ മിസ് ചെയ്യുന്നു. നേഹ, കുഞ്ഞു, അവർ, പിന്നെ എൻ്റെ അനിയത്തി, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രദക്ഷിണമൊക്കെ വരുമ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയോ പണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും ആരും ഇല്ല ഇവിടെ. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, നസ്റ്റ് അടിക്കുന്നുണ്ടോ? കണ്ടോ, പ്രദക്ഷിണം വരുന്നുണ്ട് ഗൈസ്. സോ എനിക്കുണ്ടല്ലോ ഈ കടകൾ, ഇത് വെച്ചോണി കടകൾ എന്നങ്ങാണ്ടല്ലേ പറയുന്നത്. അത് ഒന്നും എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നെസ്റ്റ് എടുക്കുന്നത്. കണ്ടോ, ഈ ചെറിയ കണ്ടോ, പണ്ട് എൻ്റെ അനിയത്തി ഇതിന് വേണ്ടിയിട്ട് അമ്മയായിട്ട് സ്ഥിരം തല്ലുണ്ടാക്കാറുണ്ടായിരുന്നു. എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പഴയ മെമ്മറീസൊക്കെ വരുന്നു. അതുപോലെ ആദ്യം ഇട്ടിരുന്ന കുറച്ച് പടക്കങ്ങളൊക്കെ ചീറ്റിപ്പോയി. നല്ല ഒന്നാം തരമായിട്ട് മൂഞ്ചലായിരുന്നു ആദ്യത്തേത്. അതോ ഇതിങ്ങനെയാണോ പോകുന്നത്, അതോ എനിക്കറിയത്തില്ല കേട്ടോ. എന്താണേലും ലാസ്റ്റ് ഇത് കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധനമൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഡാൻസും പാട്ട് പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് മരുന്ന് കഴിഞ്ഞാലുകൊണ്ട് നമ്മൾ വീട്ടിൽ പോവാം. അപ്പം സോ നമ്മൾ പെരുന്നാളൊക്കെ കൂടി എല്ലാ പരിപാടിയും സെറ്റ് ചെയ്തിട്ട് ഇതാ വീട്ടിൽ വന്നു. അപ്പം ഇന്ന് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം